നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അന്ന് ഞാൻ കണ്ടുപിടിച്ചത് എന്റെ സഹോദരിയുടെ മോളുടെ ഫോട്ടോ ആണെങ്കിൽ ഇന്നും ഞാൻ തിരയുന്നത് അതേ സഹോദരിയുടെ മോളുടെ ഫോട്ടോ ആണ്. മനസ്സിലായില്ലേ? വന്ദനയുടെ ഫോട്ടോ. ഇനിയെങ്കിലും ചിരിച്ചൂടെ? I love you, വന്ദന. അങ്കിൾ എന്താ സ്വപ്നം കാണുകയാണോ? അല്ല, വന്ദനാമ്മ എവിടെ? ദേ അവിടെ നിൽക്കുന്നു. വാ അങ്കിള്, നമുക്ക് അങ്ങോട്ട് പോവാം. സ്വപ്നായിരുന്നോ? വാ അങ്കിൾ. ബൈക്ക് എടുക്ക് വേഗം. ബാഗ് പിടിച്ചോ.
ശ്യാം ഇവിടെ ഇല്ല. അവൻ ഉടനെ വരുമെന്നും പറഞ്ഞിട്ടാ പുറത്തേക്ക് പോയത്. നിന്നോട് ചോദിച്ചോടി ഞാൻ, നിന്നെ ഇപ്പൊ ആരെയും ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്താ ഈ തെരയുന്നേ? നിന്റെ വേറൊന്നും അല്ലടി, ഫോട്ടോ. ഈ നാട്ടില് കാണാൻ ചേലുള്ള പെമ്പിള്ളേരുടെ ഫോട്ടോ കിട്ടണമെങ്കിൽ നിന്റെ മോന്റെ കട്ടിലിന്റെ അടിയിൽ തപ്പണം. പുതിയ വല്ല സ്റ്റോക്ക് ഉണ്ടോന്ന് അറിയണ്ടേ? അതിനാ ഞാൻ നോക്കുന്നേ. പെമ്പിള്ളേരുടെ ഫോട്ടോ സൂക്ഷിക്കുന്ന ഏർപ്പാടൊന്നും അവനില്ല. അവന്റെ മുഴുവൻ ശ്രദ്ധ ഇപ്പൊ പഠിപ്പില്ല. ഓ, പെണ്ണെന്നൊരു വർഗത്തെ ഇപ്പൊ കാണുന്നതേ അവന് ഇഷ്ടമല്ല. എടി ഇത് തന്നെയല്ലേ നീ മുമ്പും പറഞ്ഞത്? അപ്പോഴാണ് നിന്റെ മോന്റെ നോട്ട് പുസ്തകത്തിൽ നിന്ന് വർഷ എന്ന് പേരുള്ള ഒരുമ്പട്ടോളുടെ ഫോട്ടോ കിട്ടിയത്. മറന്നോടി നീ അതൊക്കെ? ഞാൻ മറക്കൂല. അപ്പോ നിക്കക്കള്ളിയില്ലാതെ നീ സത്യം പറഞ്ഞു. വർഷയും ശ്യാമും തമ്മിൽ പ്രേമത്തിലാണെന്ന് അല്ലേ? അന്ന് ഞാൻ കണ്ടുപിടിച്ചത് എന്റെ സഹോദരിയുടെ മോളുടെ ഫോട്ടോ ആണെങ്കിൽ ഇന്നും ഞാൻ തിരയുന്നത് അതേ സഹോദരിയുടെ മോളുടെ ഫോട്ടോ ആണ്. മനസ്സിലായില്ലേ? വന്ദനയുടെ ഫോട്ടോ. വന്ദനയോ? വന്ദനയും ശ്യാമും തമ്മിൽ എന്ത് ബന്ധവാ? ഇതേ ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യ. നീ ഇതിപ്പോ എന്നോട് ചോദിച്ച് എന്നെ തന്നെ വായടപ്പിക്കുന്നു അല്ലേ? കൊള്ളാം. വന്ദനയും ശ്യാമും തമ്മിൽ എന്താണ് ബന്ധം പറ. എനിക്കറിയില്ല. കാവിലെ ഭഗവതിയാണ് സത്യം. എനിക്കൊന്നും അറിയില്ല. നിനക്കറിയില്ല. ഇന്ന് ഒരു റെസ്റ്റോറന്റിൽ വെച്ച് വന്ദനയും ശ്യാമിനെയും ഞാൻ കണ്ടു. പൂങ്കണ്ണീര് പൊഴിക്കുന്ന വന്ദനയെ തഴുകി തലോടി ആശ്വസിപ്പിക്കുന്ന നിന്റെ പുത്രൻ. ഞാൻ ഒപ്പം കാണുമെന്നുള്ള വിശ്വാസത്തിന് ഇളക്കം തട്ടരുതെന്ന മുന്നറിയിപ്പുമായി. എന്താണ് ഇത്? എന്താണ് ഈ നാടകത്തിന്റെ അർത്ഥം പറ. സത്യമായിട്ടും എനിക്കിതൊന്നും അറിയില്ല. ശ്യാമും വന്ദനയും തമ്മില് പരിചയമുണ്ടോന്ന് പോലും എനിക്കറിയില്ല. മാനവും മര്യാദയുമായി അടങ്ങി ഒതുങ്ങി കഴിയുന്നവളാ വന്ദന. അവള് വഴിവിട്ടൊന്നും ചെയ്യില്ല. എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ? പറ. എല്ലാം അറിയാവുന്നവളല്ലേ നീ? നീ വെളിപ്പെടുത്തുന്ന ഊഹാപോഹത്തിൽ പോലും ഉണ്ടാവുമല്ലോ ഒരു സത്യം. ശരി, കാര്യം പറഞ്ഞോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.